പത്തനംതിട്ട ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ വലിയ സന്തോഷത്തിലായിരുന്നു ഇന്ന്. വലിയ പൂക്കളമൊക്കെ ഇട്ട് ഓണം ആഘോഷിച്ചു അവിടുത്തെ ജീവനക്കാർ. സേവനങ്ങളൊന്നും തടസ്സപ്പെട്ടില്ല എന്നതുകൂടി എടുത്തു പറയണമല്ലോ. അപ്പോൾ നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുന്ന ചിലരിൽ ഒരാളായിരിക്കണം അവിടെ മാവേലിയായി വേഷമിട്ടത്. ആർക്കെങ്കിലും പരിചയമുണ്ടോ എന്ന് നോക്കാം. പത്തനംതിട്ട പോസ്റ്റ് ഓഫീസിലെ ഓണാഘോഷം. തിരുവോണത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ഹെഡ് പോസ്റ്റ് ഓഫീസിലാണ്. ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ ഇന്ന് ഓണാഘോഷം നടത്തുകയാണ്. എന്തൊക്കെയാണ് അവരുടെ ഓണാഘോഷ പരിപാടികൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അടിപൊളി പൂക്കളമാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ എല്ലാവരും ഇവിടെയുണ്ട്. വിവിധ നിറങ്ങളിലുള്ള പൂക്കളൊക്കെയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എവിടെ വരെയായി ഓണാഘോഷം? എവിടെ വരെയായി? ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്രാവശ്യത്തെ പൂക്കളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മുടെ ദേശീയ പതാകയുടെ നിറങ്ങളും അതുപോലെ തന്നെ പോസ്റ്റൽ എംബളത്തിൻ്റെ അതും ചേർത്താണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതാ കളറുകളാണ് കോമ്പിനേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ ജീവനക്കാരും ഇന്ന് പങ്കെടുക്കുന്നുണ്ടല്ലേ ഓണാഘോഷത്തിൽ? തീർച്ചയായും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒറിജിനൽ മാവേലിയുടെ പോലെ തന്നെയാണ്. ആദ്യമായിട്ടാണോ അങ്ങനെ വേഷം ധരിക്കുന്നത്? അല്ലല്ല, ഞാൻ 3-4 കൊല്ലമായിട്ട് ഈ പറഞ്ഞ ഈ ഒരു വേഷം തന്നെ ചെയ്യുന്നുണ്ട്. എത്ര സമയം എടുത്തു ഇങ്ങനെ ഒരുങ്ങി റെഡിയാകാൻ? 3 മണിക്കൂറിന് പുറത്തെടുത്തിട്ടുണ്ട്. ഈ വേഷവിധാനങ്ങളൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിച്ചു? ഇത് നമ്മുടെ ഒരു സുഹൃത്ത് ഹരി എന്ന് പറഞ്ഞ സാറ് ഒരാളെ മേക്കപ്പ് അമ്മാനെ കൊണ്ട് തന്ന് അങ്ങനെ ചെയ്തേക്കുന്ന ഒരു കാര്യമാണിത്. എന്താണ് പ്രജകളോടൊക്കെ എന്താ പറയാനുള്ളത്? പ്രജകൾ ഈ പറഞ്ഞ പോലെ സ്നേഹം, സൗഹൃദം ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആരെയും നമുക്ക് ദ്രോഹിക്കുന്ന ഒരു രീതിയിലോട്ട് പോകരുത്. നമ്മൾ ഈ പറഞ്ഞ പോലെ മഹാബലി അന്ന് ആ കാലഘട്ടത്തിൽ വാണിരുന്ന കാലത്തോളം അവരെന്താണ് ചെയ്തോ അത് തന്നെ നമ്മളായുള്ള വ്യക്തികളും പബ്ലിക്കിനോട് ചെയ്യണം. അത് പോസ്റ്റ് ഓഫീസും അത് തന്നെ ആയിരിക്കും ചെയ്യേണ്ടത്. കാര്യം ഇവിടെ വരുന്ന ഒരു സൗഹൃദമായിട്ടുള്ളൊരു രീതിയായിരിക്കണം പബ്ലിക്കിനോട്. എല്ലാ ആൾക്കാരോടും നമ്മൾ പബ്ലിക്കിനോട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് സ്നേഹനിർഭരമായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇന്ന് എല്ലാവരും ഒരേ വേഷത്തിലാണോ ജീവനക്കാരൊക്കെ? സെറ്റും കൊണ്ടുവന്നേ ഉള്ളൂ. കളറെല്ലാം അവർക്ക് ഇഷ്ടമുള്ള കളറിടാം. എന്നാലും കേരളീയ വേഷത്തിലാണ് എല്ലാവരും. ഏറ്റവും വലിയ പ്രത്യേകത ഇന്നിപ്പോൾ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ധാരാളം ഈ പോസ്റ്റ് ഓഫീസിലേക്ക് വിവിധ സേവനങ്ങൾ തേടിയെത്തിയ ആൾക്കാരെയൊക്കെ നമുക്ക് കാണാം. ഒട്ടനവധി ആളുകൾ ഇവിടെ സേവനം കിട്ടുന്നതിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴും നല്ല തിരക്കുള്ളൊരു പോസ്റ്റ് ഓഫീസാണ്. പത്തനംതിട്ട ഹെഡ് പോസ്റ്റ് ഓഫീസാണ് എന്നുകൂടി ഓർക്കണം. ഇന്നിപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇനിയിപ്പോൾ സദ്യയാണ്. ഞങ്ങൾ 65ഓളം വരുന്ന ജീവനക്കാരുണ്ട് ഇവിടെ. പിന്നെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ഈ കറുത്ത ആണുങ്ങളെല്ലാം കറുത്ത ഷർട്ടും ഇത് വിട്ടേക്കുന്നത്. അങ്ങനെയാണ് അതിന് ആ ഒരു ദുഃഖ സൂചകവും കൂടെ ചേർത്താണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.